ഹായ് ഗൈസ്, കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുക. ഞാൻ ഇന്ന് ക്ലൈൻട്രസിലാണ്. ഇന്ന് അങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു റേസ് നടത്തായിരുന്നു, എൻജോറോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റേസ് നടന്ന ട്രെയിൽസ് ഓടിക്കാനുള്ള പ്ലാനില്ല. ഇത് കുറച്ച് ബ്ലാക്ക് ടെക്നിക്കൽ ട്രെയിൽസാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെയെന്ന് വെച്ചാൽ റെഡ് ടേസ്റ്റർ ഓടിച്ചിട്ട് പിന്നെ മുകളിലേക്ക് ട്രെയിൽസിലേക്ക് പോകാമെന്നുള്ള പ്ലാനില്ല. അപ്പോൾ നേരെ ട്രെയിൽസിൽ കാണാം ഗൈസ്. അപ്പോൾ റെഡ് ടേസ്റ്റർ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണെന്ന് കൂടെ വീഡിയോ എടുക്കുന്നത്. റെഡ് ടേസ്റ്റർ ജസ്റ്റ് കൊണ്ടായിരുന്നു ഇപ്പോൾ. ഫുൾ റെഡ് ടേസ്റ്റർ. ഗൈസ് അപ്പോൾ ക്ലൈംബ് കഴിഞ്ഞു. ഇനി ഈവോ വാക്ക് അങ്ങനെ കണ്ട. ഇതൊരു ബ്ലാക്ക് ട്രെയിലാണ്. ടെക്നിക്കൽ ട്രെയിൽസ് കുറേ റൂട്ടൊക്കെ ഉണ്ട്. എങ്ങനെയാണ് എന്ന് സ്കീം. ടൈറ്റാണ് ഗൈസ്, മൈ ഗോഡ്. ഇൻസൈഡ് ലൈൻ തന്നെ എടുക്കാം. അയ്യോ, ഡിസെൻറ്റ് വരാന്നുണ്ടെങ്കിൽ റൂട്ട്സ് ആണ് ഗൈസ്. ഇതേപോലെ അമ്മേ. ഓക്കെ, അയ്യോ ഫസ്റ്റ് തന്നെ. ഇതാണ് റൂട്ട്സിൻ്റെ കുഴപ്പം ഗൈസ്. ചെറുതായിട്ട് മരത്തിൽ പോകണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടു. കുഴപ്പമില്ല. എൻ്റെ പൊന്നോ, സൂപ്പർ. സൂപ്പർ ഗൈസ്, ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിരിക്കണോ. അങ്ങനെ മുരളിയും ഇറക്കിയിരിക്കണോ നമ്മുടെ ട്രെയിൻ. സെക്കൻഡ് സെഷൻ ബ്രോ. ഇൻസൈഡ് ലൈൻ വേണ്ട. അയ്യോ, ഡ്രോപ്പ് വേണ്ട ബ്രോ. അതൊരു പെരിയ ഡ്രോപ്പ് ബ്രോ, പെരിയ ഡ്രോപ്പായിരുന്നു അത്. ബ്രോ ഞാനും നിനക്കല്ലേ ബ്രോ ഫസ്റ്റ് വന്നപ്പോഴേ. ഓക്കെ, ചിക്കൻ ലൈൻ എടുക്കേണ്ടി വരുമോ? ഇല്ല ബ്രോ, ഭയങ്കര ഇറക്കാം. ഗൈസ് ചെയിൻ പോയതാണിത്, സെറ്റ് ചെയ്യാം. ചെറിയ സെറ്റിങ്. അയ്യോ ഒരു സെക്കൻഡ് ബ്രോ. ഇല്ല അത് ലോക്ക്, ക്ലച്ച് ലോക്ക് എന്നത് ബ്രോ. അങ്ങനെ ചെയിൻ സെറ്റായി ഗൈസ്. ആദ്യം നമ്മൾ ബ്ലാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ലെറ്റ്സ് ഗോ ബ്രോ. കൊള്ളാം കേട്ടോ, ഇതിന് സ്കില്ല് തന്നെ വേണം. ഇത് വെറുതെ നമുക്ക് ജെറ്റ് ഇടാൻ പറ്റില്ല. രസമുണ്ട്. ക്രാഷ് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് ഓടിക്കണത്.
സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പം തന്നെ. സൂപ്പർ സൂപ്പർ. നൈസ്. ഗൈസ്, മുരളി മൈൻഡായിട്ട് ഇരിക്കുകയാണ്. റെഡ് പോകണമെന്ന് ചോദിച്ചിട്ടും വേണ്ട, ബ്ലാക്ക് പോകാമെന്നാണ് പറയണത്. എന്ന് ഞങ്ങൾ ബ്ലാക്ക് തകർക്കാൻ പോവുകയാണ് എന്ത് പറഞ്ഞാൽ. ബ്രോ ഇതാന്ന് പറ ബ്രോ. പോലാ ക്യാമറ ഓണിലാണ് ബ്രോ. പോലാ ബ്രോ. അങ്ങനെ ബ്ലാക്ക് കണ്ടിന്യൂഷനാണ് ബ്രോ. ഗൈസ്, ഇതാണ് എൻജോയ് ബ്രോ ഓടിച്ച ട്രാക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. സൂപ്പറാണ് ബ്രോ. കുറച്ച് ടെക്നിക്കലാണ്, കല്ലും മുള്ളും ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, രസമുണ്ട് ഓടിക്കാൻ. ഓഹോ, അതെടുക്കണില്ല, എന്തായാലും ഔട്ട്സൈഡ് ലൈൻ മതി, നോ ഇൻസൈഡ് ലൈൻ. ഓക്കെ ബ്രോ, ഓക്കെയാ? ഓക്കെ, ഇങ്ങനെ ഓക്കെയാണ്. Oh my God. Oh. റൂട്ട്സ് കുഴപ്പമില്ല, അത്രയ്ക്കും കില്ലർ റൂട്ട്സ് അല്ല. ചെറിയ ഡ്രോപ്പ്. അയ്യോ, ഇപ്പൊ പോയിരുന്നേനെ എൻ്റെ പൊന്നു. കൊള്ളാം. യെസ് ഗൈസ്, നൈസ് വൺ. സൂപ്പറായിരുന്നു ഗൈസ്, എൻ്റെ പൊന്നോ, കൈ നിറക്കിയത് ഗൈസ്. സന്തോഷം ഗൈസ്. ഞാൻ ലാസ്റ്റായിട്ട് ബ്ലാക്കിൽ ഓടിച്ച് വീണ് 2 പല്ല് പോയതാണ് ഗൈസ്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ ആദ്യം ബ്ലാക്ക് ഓടിച്ച് ഇറക്കിയിരിക്കണോ. മുരളി വേറെ മൈൻഡ്. ഒന്നേ സ്ഥലത്തേക്കല്ലേ ബ്രോ, ഒന്നേ സ്ഥലത്തേക്കല്ലേ. ആ ബ്രോ, അതാ എന്തെന്ന് പറഞ്ഞു നമ്മ ഇറക്കം ബ്രോ. അതാക്കുന്ന തോന്നറ്. പക്ഷേ അപ്പുറം സ്ട്രെയിറ്റ് ബ്ലാക്ക് അപ്പുറവും പോട്ടിരിക്ക്, വേറെ റൂട്ടിരിക്ക് പോലെ ബ്രോ. ആർക്കില്ല, നമുക്ക് ഇതേ ഇറങ്ങല. പക്ഷേ അങ്ങേന്ത് കണ്ടിന്യൂഷൻ വന്നാൽ കറക്റ്റ് ഇതാക്കും സത്യം തന്നെ. അത് വേറെ ബ്ലാക്ക് ആയിരിക്കും ബ്രോ, നമുക്ക് ഇതേ ഇറക്കി വിടല. അല്ലല്ല, ഇത് വേറെ റൂട്ടായിരിക്കും ബ്രോ, ഇത് വേറെ ഫയർ റോഡ്. എൻ്റെ പൊന്നോ, അടിപൊളി ഡിസൈൻ ആയിരുന്നു ഗൈസ്. ബ്രോ ഓക്കെ. അയ്യോ, ബ്രോ ഒന്നും ആവല്ലേ? ഓ, ഒന്നും ആവല്ലേ? ഇല്ല, ഷൂ പോച്ചില്ല ബ്രോ. ഇത് പോച്ചത് ലേസ് പോയിരുന്നു തോന്നുന്നു ബ്രോ. ഇരിക്കില്ല ബ്രോ, ഒരു 2 minutes. അങ്ങനെ പയ്യനൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ ലൈറ്റ് അടി. അപ്പം നമ്മൾ ബ്ലാക്ക് കണ്ടിന്യൂ ചെയ്യാണ് ബ്രോ. ഞാൻ ഇത് വാങ്ങറേം ബ്രോ, മറ്റേ പാഡ് വാങ്ങറേനി. അന്ന് നീ പാഡ് മറ്റും വാങ്ങിയിട്ടോ ഇല്ലയാ, പെരിയ പ്രശ്നമില്ല ബ്രോ. ഇത് ഇറക്കണ്ട ഇപ്പൊ, സൈഡ് വഴി പോയില്ല ബ്രോ. இந்த பெரிய ட்ராப் எல்லாம் இருக்குன்னா சைடுல வழி இருக்கும் ப்ரோ. അമ്മേ കൊള്ളാം. ബ്രോ ഇതാദ്യം പറഞ്ഞ ബ്രോ, അതേമാതിരി
മൈ ഗോഡ്. ഹെവി ബ്രോ, നിങ്ങളെല്ലാം എക്സ്പീരിയൻസ്ഡ് ബ്രോ. അല്ല ഒങ്കളോട് അത് ചിലപ്പോൾ സ്പേസ് ഫില്ലായി കാണും ബ്രോ. സ്പേസ് ഫില്ലാച്ചാൽ അതില്ല അതാക്കും. അപ്പോൾ ചെറിയ ഡ്രോപ്പ് അത് മാറി. ഇനി ഇവിടെയാണ് സിപ്പ് ലൈനിൻ്റെ എൻഡിങ് ഗൈസ്. കുഴപ്പമില്ല. അയ്യോ അതൊന്നും ഞാൻ ചാടിക്കണില്ല. ഇന്ന് വേറെ ദിവസം ചാടിപ്പിക്കാം. ചെറിയ സ്റ്റെമ്പ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. സൂപ്പർ, ഇഷ്ടപ്പെട്ടു എനിക്കത്. എൻ്റെ പൊന്നോ. അയ്യോ അത് ചാടിക്കല. അയ്യോ റൂട്ടിൻ്റെ ഇതെങ്ങനെ എടുക്കണമെന്ന് പഠിക്കാണ്ടിരിക്കണോ ഗൈസ്. ഇത് ഞാൻ എടുത്തിരുന്ന മുന്നേയും കുട്ടി എന്തായാലും വീണിരുന്നേ. അതിൻ്റെ ആവശ്യമില്ല, ഇറക്കി തന്നെ എടുത്തുകൊണ്ട് പോവാ. ഗൈസ് ഞാൻ ഓടിച്ചിരിക്കണതിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് ട്രെയിൽസ് ആണ് ഗൈസ് ഇത്. എൻ്റെ പൊന്നോ സൂപ്പർ, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ളായിട്ട് ഇറക്കിയതിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട് ഗൈസ്. ആദ്യം ചെറുതായിട്ടൊന്ന് മരത്തിൽ കയറാൻ പോയാലും നമ്മൾ രണ്ടുപേരും ഫുള്ളായിട്ട് ഇറക്കിയിരിക്കണു ഗൈസ്. ഇതാ പയ്യനൊരു ചെറിയ വീഴ്ച, ഞാൻ ചെറുതായിട്ട് മരത്തിൽ കയറാൻ പോയി. യെസ് ഇതെടുക്കണം, ഇതെടുത്തു. അയ്യോ അത് വലിയൊരു ഡ്രോപ്പായിരുന്നു. കൊള്ളാം. ഇത് നമുക്ക് ഏത് ലൈൻ പിടിക്കുക? റൈറ്റ് നല്ലൊരു ഡ്രോപ്പ് ഉണ്ട് അവിടെ, ലെഫ്റ്റ് ചെറിയ ഡ്രോപ്പാണ് പക്ഷേ റൂട്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഫുൾ റൈറ്റും വേണ്ട ഫുൾ ലെഫ്റ്റും വേണ്ട, പകുതിയിൽ. എൻ്റെ പൊന്നെ. ഓക്കെ ഗൈസ്. അയ്യോ ഇടിച്ചില്ല. സൂപ്പർ, നമ്മൾ തീർന്നിരിക്കണു. ഇനി പടവൻ അടിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. യെസ് യെസ് ഗൈസ്, അങ്ങനെ ബ്ലാക്ക് തീർത്തിരിക്കണോ ഗൈസ്. സൂപ്പർ ബ്രോ. അന്ത മരത്തിൽ ഞാൻ അടിക്ക പോരേം ബ്രോ. അത് നമ്മ ബ്രേക്ക് പിടിച്ചാലും பட் ப்ரோ நீங்க கீழே வந்துட்டாய், உனக்கு சின்னொரு காயம்தான் வந்திருக்கு. ഇറക്കിയിട്ടായി ബ്രോ. ഇവളെ ഇല്ല ഇല്ല അത് നെക്സ്റ്റ്. ഇത് ഞാൻ ബ്രോ അന്ത യൂണിവേഴ്സിറ്റി പസങ്ക കൂടെ ഒരു വാട്ടി ഓട്ടിയിരിക്കേ ബ്രോ. അതേതാക്കും ஒரு டைம் மரத்துல மாட்டி இருப்பீங்க ப்ரோ, இறங்கி தள்ளிட்டு போயிருப்பீங்க. ஒருத்தன் வந்து ஒரு இதுதானே அது, அதாவது போயிட்டு இருக்கும். அவ்வளோதான் ப்ரோ. பிளாக் ஓட்டி விட்டாய் ஃபர்ஸ்ட். கவர்மெண்ட் லேஸ் கட்டணும், லேஸா வந்துட்டு இருக்கு ப்ரோ. அதான் மாட்டிச்சுன்னு நினைக்கிறேன், எனக்கு தெரிஞ்சு லேஸாக்க மாட்டிடுச்சுன்னு வரும் ப்ரோ. தெரியல, வீடியோ பார்த்தா தெரியும். എന്നാലും ബ്രോ ബ്ലാക്ക് ഇറക്കി കിട്ടോ. എന്തൊക്കെ എനക്കൊരു കോൺഫിഡൻസ് വന്നടിച്ചു ബ്രോ. അவ்வளோதான். ലൈറ്റാ അടി ലൈറ്റാ കീറി ഇരിക്കുന്ന ഇത്. ഗൈസ് സൂപ്പർ റണ്ണായിരുന്നു അത്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത് ഓടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും ഗൈസ്. അതാണ് ഇനി അടുത്ത അജണ്ട, ഫുഡ് കഴിക്കാൻ പോകാനുള്ളത്. അപ്പോൾ ഗൈസ് അടുത്ത ട്രെയിനിൽ കാണാം.